ഇതിൻ്റെ ഒരു ഗിയർ നോബ് കണ്ടു, ആ ഒരു ക്രിസ്റ്റലിൻ ഷേപ്പിലുള്ള ഒരു മാപ്പാണ് കാണുന്നത്. നമ്മൾ സിനിമയിലൊക്കെ VFX ഇട്ടേക്കുന്ന പോലെ വളരെ നീറ്റായിട്ട് തൊപ്പി വെച്ചതുപോലത്തെ ഡിസൈനിലാണ് ഇവിടെ. ഡോക്ടർമാർ ഡിസൈൻ ചെയ്തൊരു സീറ്റാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ്. ഞാനൊരു കാര്യം കാണിക്കാം, നമ്മൾ എല്ലാ വോൾവോ വാഹനത്തിലും കാണുന്നതാണ്. ഏകദേശം 5 മീറ്റർ നീളമുള്ള ഒരു ഗ്ലോ ബോക്സും കൂടെ കാണിച്ചു തരാം. സൺറൂഫിൻ്റെ കൺട്രോൾസ് ഇതായി ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതൊരു സ്ലൈഡിംഗ് ആണ്. ഇത് ഈ ഒരു ലൈറ്റിനെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം, നോക്കിയോളൂ. കാസ വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരൺ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന വാഹനം ഇന്ത്യൻ നിരത്തുകളിൽ ഒരുപാടേറെ ചർച്ച ചെയ്യപ്പെടുന്നതും ഇപ്പോൾ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു വാഹനവും അതിൻ്റെ ബ്രാൻഡുമായിട്ടാണ്. മറ്റൊന്നുമല്ല, വോൾവോ S90 B5 ഇൻസ്ക്രിപ്ഷൻ എന്ന മോഡലുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. വോൾവോ എന്ന കമ്പനിയെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊരു പ്രിഫറൻസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. സേഫ്റ്റിയുടെയും സെക്യൂരിറ്റിയുടെയും പര്യായമായി ഇന്നത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വളർന്നു വന്ന ഒരു പേര് തന്നെയാണ് വോൾവോ എന്ന് പറയുന്നത്. നിരവധി കാറുകൾ അവർ ഇന്ത്യൻ നിരത്തുകളിൽ ഇറക്കിയിട്ടുണ്ട്. കാറുകൾ കൊണ്ട് മാത്രമല്ല അവർ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടിയിട്ടുള്ളത്. അവരുടെ ട്രക്കുകളും ബസ്സുകളും നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. വോൾവോ ബസ്സുകളും അതിൻ്റെ യാത്രാസുഖമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക മോഡലുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇന്ന് കൊച്ചിയിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് കണ്ട സ്ഥിതിക്ക് ഇതൊന്നും കൊണ്ടുവന്നേക്കാന്ന് കരുതിക്കാണ് നിങ്ങൾക്ക് വേണ്ടി. വോൾവോ S90 B5 ഇൻസ്ക്രിപ്ഷൻ അതിൻ്റെ പുതിയ വേരിയൻ്റ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കും മുമ്പ് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വോൾവോയുടെ ആ ഒരു പേര് ഏറ്റവും അധികം സൂചിപ്പിക്കുന്നത് സേഫ്റ്റിയുടെയും സെക്യൂരിറ്റിയുടെയും ഒരു പര്യായമായിട്ട് തന്നെയാണ്. ഇന്ന് ഏറ്റവും അധികം സേഫ്റ്റി നമുക്കറിയാവുന്നതാണ്. കാറുകളിൽ സീറ്റ് ബെൽറ്റ് പോലെയുള്ള ഒരു സാങ്കേതിക വിദ്യ എത്രത്തോളം ഉപകാരവും എത്രത്തോളം ജീവൻ രക്ഷിച്ചിട്ടുള്ളതുമായ ആ ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് വോൾവോയാണ്. അവരത് പേറ്റന്റ് എടുത്തിട്ടുമില്ല. അങ്ങനെ നിരവധി കാറുകൾക്ക് അത് ഒരു ഉപയോഗമാവുകയും ഇന്ന് ഒരുപാട് ജീവൻ രക്ഷിക്കുന്നതിന് സഹായമാവുകയും ചെയ്ത ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മുടെ കാറുകളിൽ ഇന്ന് നമ്മൾ കാണുന്ന സീറ്റ് ബെൽറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫൗണ്ടർ അതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ക്രാഷ് ടെസ്റ്റ് അറിയാലോ അല്ലേ, ഒരു കാർ ഒരു 60 km/h സ്പീഡിൽ ഇടിക്കുന്നത്. പക്ഷേ വോൾവോ ചെയ്യുന്ന ഒരു ക്രാഷ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ടെസ്റ്റ് ആണ്. ഒരു നിശ്ചിത ഹൈറ്റിൽ നിന്നും താഴേക്ക് എറിഞ്ഞിട്ടാണ് അതിൻ്റെ ടെസ്റ്റ്. അപ്പോൾ അത്രയേറെ കോൺഫിഡൻ്റ് ആണ് വോൾവോ അവരുടെ ആ ഒരു കാര്യത്തിൽ. ഇനി ഈ വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ വോൾവോയുടെ ആ ഒരു തനത് ഗ്രില്ല് തന്നെയാണ് ഈ വാഹനത്തിൽ എടുത്തു പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകം എന്ന് പറയുന്നത്. ആ ഒരു ക്രോമിയം സ്ലൈഡഡ് ഗ്രില്ല് ഈ വാഹനത്തിൻ്റെ തനിമ വിളിച്ചോതിക്കൊണ്ട് ഒത്ത് നടുക്കൊണ്ട് എംബ്ലം കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. താഴെയായിട്ട് നമുക്കൊരു ക്യാമറ കാണാൻ കഴിയും. ഇതിൽ 360 ക്യാമറ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്വയം അപഹാസ്യനാവുന്നില്ല. ഇനി നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ തോസ് ഹാമർ ഷേപ്പിലുള്ള ഹെഡ്ലൈറ്റാണ്. അതിനുള്ളിലായിട്ട് നമുക്ക് ഫുൾ LED ആക്റ്റീവ് ഹൈ ബീം എന്നുള്ളൊരു ആലേഖനം കാണാം. ഇവിടെയായിട്ട് വോൾവോയുടെ ഒരു ചെറിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഇന്ത്യൻ വാഹന വിപണി രംഗത്ത് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഹെഡ്ലൈറ്റ് ഡിസൈൻ ഏത് ഞാൻ പറയും വോൾവോയുടെ ഡിസൈനാണെന്ന്. അത്രയേറെ എനിക്ക് ഭയങ്കരമായി കാര്യം എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കത്തുമ്പോൾ ഒരു ഭയങ്കര സൂപ്പർബാണ്. ഇനി താഴേക്ക് വരുമ്പോൾ അവിടെയും നമുക്കൊരു ക്രോമിയം ബാർ കാണുവാൻ കഴിയും. ഫ്രണ്ട് സെൻസേഴ്സ്, ഫോഗ് ലാംപ്സ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എന്നിരുന്നാൽ തന്നെ എല്ലാ ഒരു കമ്പോണൻറ്റിലും അതിൻ്റെ പ്രീമിയത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഹുഡ് സ്പേസ് മാസീവ് ആണ്. മാസീവ് എന്ന് പറഞ്ഞാൽ അത്രയേറെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഹുഡ് സ്പേസ് ആണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ ഉണ്ട്. അധികം ഒരു ചെറിയൊരു പവർ ലൈൻസ് കാണാമെന്നല്ലാതെ അധികം ലൈൻസ് ഒന്നും മോൾഡിങ്സ് ഒന്നും ഇതിൻ്റെ മുകളിലേക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു ഘടകം തന്നെയാണ്. സൈഡ് പ്രൊഫൈലിനെ ഗംഭീരമാക്കുന്നത് ഇതിൻ്റെ ഒരു ടയർ സൈസ് തന്നെയാണ്. ആ ഒരു ടയറിൻ്റെ ഒരു ഡിസൈനിങ് കൂടെയാണ്. 245/45 R18 പ്രൊഫൈലുള്ള 18 ഇഞ്ച് അലോയ് വീൽസാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതും ഒരു ഡ്യുവൽ കളറിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കമ്പോണൻറ്റിലും അതിൻ്റെ ആ ഒരു പ്രീമിയം നേച്ചർ നിലനിർത്തിയിട്ടുണ്ട്. 4963 മില്ലിമീറ്റർ, ഏകദേശം 5 മീറ്റർ നീളമുള്ള ഒരു വാഹനമാണ് ഇന്നെൻ്റെ കൂടെയുള്ളത്. അത് നടന്ന് അങ്ങ് അറ്റത്തെത്തിയാലും തീരില്ല, അത്രയേറെ നീളമുണ്ട് ഈ ഒരു വാഹനത്തിന്. എന്നാൽ തന്നെ ഒട്ടും ഹൈറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് എത്രത്തോളം അതിനുള്ള ഒരു എത്രയേറെ ഒരു ഫ്ലൈറ്റ് ലൈക്ക് ഡിസൈനാണ് ഈ ഒരു വാഹനം എന്നുള്ളത്. കർട്ടൻ ക്രോമിയം ബാൾസ് കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ അത് പ്രോമിനൻ്റായി കാണുവാൻ കഴിയുന്നുണ്ട്. ഒട്ടും തന്നെ ഹൈറ്റ് ഇല്ല. ഹാൻഡിലിന് ചുറ്റും നമുക്കൊരു ക്രോമിയം ബാഡ്ജിങ് കാണുവാൻ കഴിയുന്നതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രോമിയം ഒരു റാപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ മുഴുവനായിട്ട് അത് കൊടുത്തിട്ടുമില്ല. മിറേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡോസിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. താഴേക്ക് ഒരു ക്രോമിയം സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. ക്രോമിയം ഡോർ ഗാർഡാണത്.
ഈ ഒരു ക്രോമിയത്തിൻ്റെ ഒരു ഇൻസേർട്സും ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു പ്രൗഢി കൂട്ടുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ശരിക്കും ചില വാഹനങ്ങളിൽ ക്രോമിയം അത്ര അലോസരപ്പെടുത്തുന്നതാണെങ്കിലും ഈ വാഹനത്തിന് ഏറ്റവും അധികം തലയെടുപ്പ് നൽകുന്നത് ഇതിൻ്റെ ആ ഒരു ക്രോമിയത്തിൻ്റെ പ്രസൻസ് തന്നെയാണ്. മുൻഭാഗത്തേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഇതിൻ്റെ പിൻഭാഗം തന്നെയാണ്. നോ ഡൗട്ട് ഞാൻ പറയും, എനിക്ക് എന്തുകൊണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിൻഭാഗം എന്ന് പറയുന്നത് വോൾവോയുടെ ഈ ഒരു ഇതാണ്. കാര്യം ഇത്രയേറെ ക്ലാസി ആയിട്ടും ഇത്രയേറെ ലക്ഷറിയസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പിൻഭാഗം മറ്റൊരു വാഹനത്തിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. അതിലൊരു തിലകക്കുറി എന്ന വണ്ണം വോൾവോയുടെ ഒരു ബാഡ്ജിങ് കാണാം. B5 ഇൻസ്ക്രിപ്ഷനെ സൂചിപ്പിക്കുന്ന B5യുടെ ബാഡ്ജിങ്ങും S90 എന്ന തൻ്റെ പേരിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു C ഷേപ്പ് LED ടെയിൽ ലാമ്പാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ ഈ ഒരു ഭാഗത്ത് കുറേ ബോഡി ലൈൻസും ക്രേസസും കൊടുത്തിട്ടുണ്ട്. റിയർ സെൻസേഴ്സ് കാണാം. എല്ലാ എലമെൻറ്റ്സും വളരെയേറെ കൃത്യവും പ്രിസൈസുമായിട്ട് ഡിസൈൻ ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വാഹനമാണ് വോൾവോ. ഇനി നമുക്ക് ബൂട്ട് നോക്കാം. ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ബൂട്ടാണ്. 500 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്, ധാരാളം. അങ്ങ് അറ്റം വരെ നീണ്ടു കിടപ്പുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബൂട്ട് ലാമ്പ്സ് ഒന്നും കാണാനില്ല, അത് എവിടെ പോയി എന്തോ. ഇതെവിടെ ആയിട്ട് നമുക്കൊരു ചാർജിങ് സോക്കറ്റ് കാണാം. ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് സിമ്പിൾ ആൻഡ് ഹംപിൾ. സോ ഉള്ളിൽ നമുക്ക് കാണാം. ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രീമിയം 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്ന ഒരു പ്രതീതിയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റേതൊരു വാഹനത്തിനേക്കാൾ കുറച്ചുകൂടെ ഒരു പടി മുകളിൽ നമുക്കൊരു പ്രീമിയം ഒരു ഇലൈറ്റ്നെസ് നൽകുന്ന ഒരു വാഹനമാണ് വോൾവോയുടേത്. അപ്പോൾ എന്തായാലും ഡോർ പാഡ് വെച്ച് തുടങ്ങാം. ഡോർ പാഡിൽ തന്നെ അത്യാവശ്യത്തിലേറെ കമ്പോണൻസ് ഉണ്ട്. ബ്ലാക്കിൻ്റെയും ഒരു ടാനിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ബ്രൗൺ വുഡ് ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ള ഇലക്ട്രിക് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ്. വളരെയേറെ എന്താ പറയുന്നത്, ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഡോർ ഹാൻഡിൽസാണ്. ആ സ്റ്റിച്ചസ് ഒക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ ഒരു സൗന്ദര്യം കൂട്ടുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്, ഇൻറ്റീരിയറിലെ സൗന്ദര്യം. സോ ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മീറ്റർ ക്ലസ്റ്ററാണ്. അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഹൈ ക്വാളിറ്റി ലെവൽ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണാവുന്നതാണ്, അതിൻ്റെ ഒരു മാപ്പാണ് കാണുന്നത്. നമ്മൾ സിനിമയിലൊക്കെ VFX ഇട്ടേക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അത്രയേറെ ബിഗ് മാസീവ് സ്ക്രീനാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഈ വാഹനത്തിൻ്റെ എന്താ പറയുന്നത്, ആ ഒരു ലക്ഷൂറിയസ് നിന്നൊക്കെ മാറി കുറച്ചുകൂടെ ഒരു സിമ്പിളാക്കി എടുത്തിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഇനി വോൾവോയുടെ വോൾവോ കാസിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വെർട്ടിക്കൽ സ്ക്രീൻ തന്നെയാണ്. ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നതിലൊരു പ്രധാന പങ്ക് വഹിച്ചൊരു വാഹനം വോൾവോ തന്നെയാണ്. വളരെയേറെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും നല്ല റെസ്പോൺസും നൽകുന്ന ഒരു ടച്ച് സ്ക്രീനാണ്. ഇത് സീറ്റ് ഹീറ്റിങ്ങിൻ്റെതും ഇത് സീറ്റ് വെന്റിലേഷൻ്റെയും സ്വിച്ചസാണ്. ഓക്കെ, ഇപ്പോൾ ഇരിക്കാൻ തന്നെ നല്ല സുഖമുണ്ട്. അതേപോലെ വെർട്ടിക്കലായിട്ടുള്ളൊരു AC വെൻറ്റ്സ് കാണുവാൻ കഴിയും. ചുറ്റിലുമായിട്ട് നമുക്ക് വുഡൻ ഫിനിഷസ് കൊടുത്തിട്ടുണ്ട്. ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസിൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് മുകളിൽ കാണുവാൻ കഴിയും. വാഹനത്തിൻ്റെ പ്രീമിയത നിലനിർത്തുന്ന സ്റ്റിച്ചിങ് രീതികൾ ഇതിൽ ഉടനീളം പിന്തുടർന്നിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ക്യാമറ ക്വാളിറ്റി നമുക്കും ചെക്ക് ചെയ്യാം. 360 ഡിഗ്രി ക്യാമറയാണ്. അതിൻ്റെ ഓരോ ഭാഗത്തെയും വിഷ്വൽസ് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണാവുന്നതാണ്. നല്ല ക്ലാരിറ്റിയുള്ളൊരു 360 ഡിഗ്രി ക്യാമറയാണ്. ഇതിൻ്റെ ഒരു ഗിയർ നോബ് കണ്ടു, ആ ഒരു ക്രിസ്റ്റലിൻ ഷേപ്പിലുള്ള ഒരു ഗിയർ നോബ്. ഇതൊന്നും തന്നെ മറ്റൊരു വാഹനത്തിലും നമുക്ക് അധികം ദൃശ്യമാകാത്ത ദൃശ്യങ്ങളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കമ്പോണൻസ് ഒക്കെയാണ്. നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വളരെയേറെ സ്മൂത്താണ് ഈ വാഹനം. ഓരോ കമ്പോണൻസും അതെ എല്ലാം ഒരു സോഫ്റ്റ് ലെതർ ഫീല് നൽകുന്നുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസസും ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആംറെസ്റ്റ് ഉണ്ട്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്സാണ്. നല്ല വെന്റിലേറ്റഡും തൈ സപ്പോർട്ട്സും ഉള്ള ഒരു സീറ്റ്സാണ്. നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന രീതിയിൽ, നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിലുള്ളൊരു സീറ്റിൻ്റെ ഒരു ക്രമീകരണമാണ്. എന്നാൽ ടാനിൻ്റെ ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു പ്ലസൻറ്റ് ഫീലിംഗ് നമുക്ക് ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. ഒരു മുഴുവൻ ബ്ലാക്ക് എന്നതിനേക്കാൾ ഉപരി ടാനിൻ്റെ ഒരു പ്രസൻസ് അതിന് നല്ല രീതിയിൽ സഹായകമാകുന്നുണ്ട്. ഞാനൊരു കാര്യം കാണിക്കാം. നമ്മളെല്ലാ വോൾവോ വാഹനത്തിലും കാണുന്നതാണ് സ്റ്റാർട്ട് എൻജിൻ സ്റ്റോപ്പ്. ഇപ്പോൾ വാഹനം നിന്നു, വാഹനം സ്റ്റാർട്ടായി. കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വോൾവോയുടെ ഈ ഒരു ഫീച്ചർ. സാധാരണ എല്ലാവരും പുഷ് ബട്ടണിലേക്ക് പോകുമ്പോൾ ഈ ഒരു ട്വിസ്റ്റ് ബട്ടൺ എന്തുകൊണ്ട് നന്നായിട്ടുണ്ട്. സൺ റൂഫിൻ്റെ കൺട്രോൾസ് ഇതായി ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതൊരു സ്ലൈഡിങ് ആണ്, സ്വിച്ച് അല്ല, ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി. വീണ്ടും ഞാൻ ഒന്നാക്കുമ്പോഴത്തേക്കും അത് കൊള്ളാം. എന്തായിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ് അത്.
ഇവിടെ നമുക്ക് സൺ വിസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ സീറ്റിൽ എന്താ ഗ്ലോ ബോക്സും കൂടെ കാണിച്ചു തരാം. വലിയ ഗ്ലോ ബോക്സാണ്, വളരെ വലിയൊരു ഗ്ലോ ബോക്സാണ്. വളരെ നീറ്റായിട്ട് തൊപ്പി വെച്ചതുപോലത്തെ ഡിസൈനിലാണ് ഇവിടുത്തെ ഈ ഡാഷ്ബോർഡിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. നല്ല എല്ലാം പ്രീമിയം, പ്രത്യേകിച്ച് ഞാൻ ഇത് പറഞ്ഞ് സ്വയം അവകാശനാവേണ്ട യാതൊരു കാര്യമില്ല. പ്രീമിയം ക്വാളിറ്റി എന്ന് പറയും. അത്രയേറെ ഒരു ലക്ഷൂറിയസ് ഫീൽ നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടലിന് ഒരു ഫീൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് റിയർ സീറ്റും കൂടെ നോക്കാം. റിയർ സീറ്റിലേക്ക് കയറുമ്പോൾ വളരെയേറെ ഒരു സേഫ് ആയിട്ടൊരു ഫീലിംഗ് നൽകുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുൻഭാഗത്തെ പോലെ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന രീതിയിലുള്ള സീറ്റിംഗ് ആണ്. നടു വരുമ്പോൾ നല്ല രീതിയിൽ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും നടുക്ക് ആൾ ഇരിക്കരുത് എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. കാര്യം ആളെ കൂട്ടി പോകാനാണെങ്കിൽ ടാറ്റ സൂമോ എടുത്താൽ പോരെ. സോ അതൊന്നുമല്ല, പ്രീമിയം ഫീലായ 2 പേർക്ക് സുഖകരമായിരുന്നു പോകാൻ പറ്റുന്നൊരു പിൻ സീറ്റാണ്. ആം റെസ്റ്റിൻ്റെയൊക്കെ ഒരു വീതി കണ്ടോ, 2 കൈ വേണമെങ്കിൽ 2 കാലും എടുത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാൻ കഴിയും. സീറ്റിൻ്റെ ഒരു ക്വാളിറ്റി സ്റ്റിച്ചസിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. വളരെ പ്രീമിയം ക്വാളിറ്റി സീറ്റ്സ് ആണ്. ഐസോഫിക്സ് സീറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു നെറ്റ് ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. റിയർ AC വെൻസും അതിൻ്റെ കൺട്രോൾസും തികച്ചും ഒരു വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. കണ്ണിന് കുളിർമ നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ഇൻറ്റീരിയർ നൽകിയിരിക്കുകയാണ് വോൾവോ പുതിയ S90 B5 ഇൻസ്ക്രിപ്ഷനിൽ. ഈ ഒരു ലൈറ്റിനെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. നോക്കിയോളൂ, സ്വിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തടവിയാൽ മതി. എന്താ ഒരു സുഖം. ഇത്തരം കാര്യങ്ങൾ കാണണമെങ്കിൽ ജസ്റ്റ് ട്രൈ വോൾവോ. വോൾവോയുടെ ബാക്ക് സീറ്റ് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഓർത്തോപീഡിക് സീറ്റ്സ് ആണ്. ഡോക്ടർമാർ ഡിസൈൻ ചെയ്തൊരു സീറ്റാണ്. ഇതിൻ്റെ ഒരു സീറ്റിംഗ്, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈക്വലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിനും നമുക്ക് ആ ഒരു സുഖകരമായ യാത്രയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇരിപ്പിന് നല്ല രീതിയിൽ ആരോഗ്യപ്രദമായ ഒരു ഇരിപ്പിനും സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഓർത്തോപീഡിക് സീറ്റ്സ് ആണ്. ഇതൊന്നും നമുക്ക് മറ്റു വാഹനത്തിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വോൾവോയിൽ ആരും അറിയാതിരിക്കുന്ന ചില നഗ്ന സത്യങ്ങളാണ്. 2 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ, 250 bhp കരുതും, 350 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാസീവ് ബിഗ് എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളത്. ഇനി വാഹനത്തിൻ്റെ വില പറയുകയാണെങ്കിൽ 64,90,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, ആ വാഹനത്തിൻ്റെ വിലയാണ്. അപ്പോൾ ഓൺ റോഡ് ഏകദേശം 90-95 ലക്ഷം രൂപ ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരും. ഏറ്റവും നല്ലൊരു രീതിയിലൊരു വേർത്ത് ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് വോൾവോ. സേഫ്റ്റിയും സെക്യൂരിറ്റിയും ആഗ്രഹിക്കുന്നവർക്ക് എന്നും ആശ്രയിക്കാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് വോൾവോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിച്ചേക്കുക. ഇതേപോലുള്ള വാഹന വിശേഷങ്ങളുമായി ഇനി കാസ വ്ളോഗ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. Until then, it's bye from Sharan.